ഇവിടെ ചൂടാണെങ്കിൽ UAE ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകളിൽ കനത്ത മഴയാണ്. വടക്കൻ എമിറേറ്റുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ദുബായിലും ഷാർജയിലും സ്കൂളുകളിൽ റെഗുലർ ക്ലാസുകളില്ല. സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയതായി എമിറേറ്റ് എയർലൈൻ അറിയിച്ചു. ഗൾഫ് നാടുകളിൽ ആകാശം നിറഞ്ഞു പെയ്യുകയാണ്. സൗദിയിലും ഖത്തറിലും കുവൈത്തിലും UAEയിലും പരക്കെ മഴ ലഭിച്ചു. UAEയിൽ ഇന്നലെ വൈകിട്ട് അബുദാബിയിൽ തുടങ്ങിയ മഴ ഇന്ന് പുലർച്ചെയോടെ മുഴുവൻ എമിറേറ്റുകളിലേക്കും വ്യാപിച്ചു. ഇടിമിന്നലിന്റെയും ശക്തമായ കാറ്റിന്റെയും അകമ്പടിയോടെയാണ് UAEയിൽ മഴ പെയ്യുന്നത്. പ്രതികൂല കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ UAEയിൽ ഇന്ന് രാത്രി വരെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റാസൽ ഖൈമയിൽ വാദികൾ നിറഞ്ഞൊഴുകുകയാണ്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ദുബായ് വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചതായി അധികൃതർ അറിയിച്ചു. ഇന്ന് പുറപ്പെടേണ്ട 6 എമിറേറ്റ്സ് വിമാനങ്ങൾ റദ്ദാക്കി. വിമാനങ്ങളുടെ സമയക്രമത്തിൽ മാറ്റമുണ്ടാകുമെന്നും എയർലൈനുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴയെ തുടർന്ന് ദുബായിൽ നിന്നുള്ള ഇന്റർസിറ്റി ബസ്സുകൾ റദ്ദാക്കിയതായി ദുബായ് RTA അറിയിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ സർവീസ് ഉണ്ടാകില്ല എന്നാണ് RTA വ്യക്തമാക്കിയിരിക്കുന്നത്. കനത്ത മഴയെ നേരിടാൻ ശക്തമായ മുന്നൊരുക്കങ്ങൾ UAE നേരത്തെ തന്നെ നടത്തിയിരുന്നു. രാജ്യത്തെ മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും ഇന്നും നാളെയും വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വകാര്യ ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള സാഹചര്യമാണുള്ളത്. രാജ്യത്തെ സ്കൂളുകളിൽ ഇന്ന് അധ്യയനം ഓൺലൈൻ മുഖേനയായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചിരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങരുതെന്നും ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബീച്ച്, വാദികൾ, മിന്നൽ പ്രളയത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം ഇന്ന് വൈകിട്ടോടുകൂടി മഴയുടെ ശക്തി കുറയുമെന്നും നാളെ ഉച്ചയോടെ അന്തരീക്ഷം സാധാരണ നിലയിലെത്തുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. 24 ദുബായ്.